ദോശയാ? കണ്ണൂടെ കണ്ണൊക്കെ കാണാം. എത്ര നാളായി ദോശ തന്നെ കഴിക്കണം, മാറ്റി പിടിച്ചൂടി. ഈ പ്രായത്തിൽ ഇതൊക്കെ വെച്ചോളം തരണുണ്ടല്ലോ മുമ്പിലേക്ക്. ആവശ്യത്തിന് വേണമെങ്കിലേ വേറെ തന്നെ ഉണ്ടാക്കി അങ്ങ് കഴിക്കും. സഹായിക്കണം. നടക്കൂ. ഞാൻ നടന്നാ മതിയാ? ഞാൻ നടന്നാ മതിയാന്ന്. ഞാനൊരു ബുൾസേ കഴിച്ചിട്ട്, ഡബിൾ ബുൾസേ കഴിച്ചിട്ട് 3 ദിവസമായി. തവണയെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി തരും. 3 ദിവസമായില്ലേ? 3 ദിവസത്തെ കൂടി ചേർത്തിട്ട് ട്രിപ്പിൾ ബുൾസ ഉണ്ടാക്കി തരാം. ചേച്ചി ആ മമ്മായി ലെച്ചസ്. അമ്മായി, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയ, എന്റെ ചേച്ചി ആയതുകൊണ്ട് ഞാൻ പറയല്ല. ആദ്യം ഓരോ വട്ടപ്പേരൊക്കെ നൈസിൽ പറഞ്ഞ് അടുത്തങ്ങ് പറ്റിക്കൂടും, പിന്നെ അങ്ങോട്ട് പണി തുടങ്ങും. പണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല യമണ്ടം പണി, ധനനഷ്ടം, മാനഹാനി, ഇന്ന് വേണ്ട വഴി കൂടെ പോണ എല്ലാ കാട്ടുവള്ളികളും പിടിച്ച് നമ്മളത് കിട്ടും. ഇവ മിക്കവാറും എന്റെ വാലിക്കണ മൊത്തം കേൾക്കും. അമ്മായി കേൾക്കണം, ഞാനേ ഇവനൊരു പേരിട്ടിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പഴയതുപോലെ അടി കൂടാനാണെങ്കിൽ എന്താണ് ഇവിടെ പ്രശ്നം? വാട്ട്സ് ഹാപ്പനിങ്? വാട്ട് പ്രശ്നം? താങ്കളുടെ പ്രശ്നം എന്താ? ഞാനൊരു വഴിപോക്കനാണേ. ഇവിടെ ഒച്ചയും ബഹളവും ആൾക്കൂട്ടം കണ്ടപ്പോഴത്തേക്കും എന്താണ് കാര്യം എന്നറിയാനുള്ള ത്വര കൊണ്ട് വന്നതാണ്. ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് കയറിയിട്ട് തടി കേടാണ്ടെങ്കി പോയിക്കോ വഴിപോക്കൻ. ഓ, നിങ്ങളുടെയൊക്കെ സംസാരമൊക്കെ എന്ത് രസമാണ്. സംസാരം മാത്രമേ ഉള്ളൂ, ഒന്നിനും കൊള്ളൂല. തുടങ്ങി ചവിട്ടി താഴ്ത്താനായിട്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഞാൻ ചൂടാം. അത് വേണ്ട, ഞാൻ ചുട്ടോളാം. ഇങ്ങോട്ട് ചേച്ചി, ഞാൻ ചൂടാം. മമ്മായിക്കൊക്കെ കുക്കിംഗ് ഒക്കെ വശമുണ്ടോ? ഗൾഫിലും കിച്ചണൊക്കെ ഉണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടാ പോകുന്നത്. കേട്ട് പഠിക്കലച്ചു. കേട്ടോ, എന്റെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നിനും വൈകും. ഇത് കാണൂലല്ലേ നടന്നു തോന്നിട്ടുണ്ടെങ്കിൽ. എന്താ പറഞ്ഞേ? വിശക്കുന്നെന്ന്. മൂക്ക് ദോശ ഉണ്ടാക്കി തന്നാ മതിയോ? ദോശയാണോ? എന്താ മൂക്ക് ദോശ ഇഷ്ടല്ലേ? ദോശയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കഴിപ്പിച്ച് വേർപ്പിച്ച്. ഇതെന്തൊരു ബഹളവാ? ഇതെന്ത് ചന്തയാണോ? പിള്ളേരെ നിങ്ങളൊക്കെ അപ്പുറത്ത് പോയേ. എന്തോന്നമ്മ? അടുക്കളയിലും അങ്ങ് നുഴഞ്ഞു കയറിയോ? ഇത് ആരെ കാണിക്കാനായി നുഴഞ്ഞു കയറ്റം? ഞാൻ ദോശ ഇടല്ലോ അമ്മേ. വേണ്ട, ഞാൻ ചുട്ടോളാം. അല്ല, അതിന് മമ്മായി ചുടുന്നോണ്ട് അമ്മമ്മയ്ക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. എനിക്ക് പുറത്തുനിന്നുള്ള ആരും അടുക്കളയിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മാത്രമല്ല, അവരുണ്ടാക്കുന്ന ഭക്ഷണം ഞാനിട്ട് കഴിക്കത്തുമില്ല. അമ്മ എന്തോന്നമ്മ അത്? ഇതെന്തോന്ന് അമ്മൂമ്മ? അമ്മൂമ്മ ഇത്ര റഫായിട്ട് സംസാരിക്കുന്ന ആളൊന്നും അല്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് അമ്മൂമ്മ ഇങ്ങനെ കാണുന്നു. അമ്മ ഇത്രയും ലോക്കലായിട്ട് സംസാരിക്കില്ല കേട്ടാ. വെറുതെ അല്ല അപ്പൂപ്പൻ. വെറുതെ അല്ല അപ്പൂപ്പൻ. എന്തോടി പറയാമെന്ന് പറഞ്ഞേടി. അയ്യോ, ഒന്നും ഇല്ല, എന്റെ പൊന്നെ വിട്ടേക്ക്. ഞാനേ മനഃപൂർവ്വം കുറച്ച് കൂട്ടി പറഞ്ഞതാ. ഞാൻ അവൻ്റെ അമ്മയല്ലയോ? ഇത്രയും വർഷം ഇത്രയും വലിയൊരു കാര്യം എന്നെ ഒളിച്ചു വെച്ചില്ലയോ? അമ്മയായ എനിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അപ്പൊ അവനും കുറച്ച് വിഷമിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു പറഞ്ഞത് കുറച്ച് കുറഞ്ഞു പോയെന്നാ എന്റെ സംശയം. ലച്ചു, ഞാൻ ഇവിടെ നിൽക്കില്ല. നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും.